സന്നിധാനത്ത് അതിമനോഹരമായ കാഴ്ച നമ്മൾ കണ്ടു. നാളെ ഇനി വലിയ തിരക്കാണ്. രാഹുൽ ഹാപ്പി ന്യൂ ഇയർ പറയുന്നു. അയ്യന്റെ സന്നിധിയിൽ നിന്ന് ഈ വർഷത്തെ വരവേൽക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ്. ഈ വലിയ തിരക്കായിരുന്നല്ലോ അവിടെ രാഹുലെ. ദിവിഷ, അക്ഷയ, ഹാപ്പി ന്യൂ ഇയർ. തീർച്ചയായും സന്നിധാനത്ത് നല്ല തിരക്ക് തന്നെയാണ്. നടയടച്ചിട്ടും ഒരുപാട് ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് അയ്യനെ തൊഴുവാൻ കഴിഞ്ഞില്ല. അവർ ഇപ്പോഴും വരി നിൽക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. ഒപ്പം തന്നെ സന്നിധാനത്ത് ദേവസ്വം പോലീസൊക്കെ ചേർന്നാണ് പുതുവത്സര ആഘോഷം നടത്തുകയും ചെയ്തത്. സ്വാമി ശരണം ഹാപ്പി ന്യൂ ഇയർ 2026 എന്നെഴുതി കർപ്പൂരം അതിനു മുകളിൽ വെച്ച് അത് കത്തിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഈ അയ്യന്റെ സന്നിധിയിൽ നിന്ന് പുതുവർഷത്തിലേക്ക് കാലെടുത്തു വെക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം എനിക്കും ഒപ്പം തന്നെ നമ്മോടൊപ്പമുള്ള ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കും ഇവിടെയുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾക്കും ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്നെയുണ്ട്. നമ്മോടൊപ്പം ഈ സമയത്തുമൊക്കെ ഇന്ന് രാവിലെ മുതലൊക്കെ ഡ്യൂട്ടിയിലുള്ള ആളുകളാണ്. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ട് പുതിയ തീരുമാനമൊക്കെ? എങ്ങനെയാണ് അയ്യന്റെ സന്നിധിയിൽ വർഷം തുടങ്ങുമ്പോൾ സന്തോഷമല്ലേ? വണക്കം. വണക്കം സാർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്താ പുതിയ തീരുമാനങ്ങളൊക്കെ? പുതിയ തീരുമാനങ്ങൾ ഇപ്പോൾ നാട്ടിൽ ചെന്നിട്ട് പുതിയ തീരുമാനം എടുക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ തീരുമാനം എടുക്കാനാകില്ല. അയ്യപ്പൻ്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ പുതിയ തീരുമാനം, നല്ലൊരു തീരുമാനം ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. അയ്യപ്പൻ കൂടെ തന്നെ ഉണ്ടാവണം. കൂടെ തന്നെ ഉണ്ട്. നമുക്ക് സന്തോഷം മാത്രം മതി. മതി. അയ്യപ്പൻ കൂടെ കൂടെ ഉണ്ട്. നോക്കൂ, ദൃശ്യങ്ങളിലേക്ക് നോക്കൂ. അതായത് 11 മണിക്ക് ഹരിവരാസനം പാടി നടയടച്ചതാണ്. ആ സമയത്ത് എത്തിച്ചേരാൻ പറ്റാതെ പോയവരാണ്. അതായത് വൈകിട്ട് മുതലേ പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറിയിട്ട് എത്തിച്ചേരാൻ പറ്റാതെ പോയ തീർത്ഥാടകരാണ്. സ്വാമി ശരണം ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എത്ര സമയമായി വരി നിൽക്കുന്നു? 3 മണി തൊട്ട് നിൽക്കുക. വൈകിട്ട് 3 മണി തൊട്ട്. 3 മണി തൊട്ട് നിൽക്കുക. 3 മണി തൊട്ട് നിന്നിട്ട് ഒന്നും ആയിട്ടില്ല. ദർശനം കിട്ടില്ലല്ലോ. ഹാപ്പി ന്യൂ ഇയർ. അത്രേ ഉള്ളൂ. സന്തോഷമുള്ളൂ. എന്തായാലും പുതുവർഷമായില്ലേ. അയ്യപ്പനെ കണ്ടിട്ട് കാലത്ത് നേരത്തെ ദർശനം കണ്ടിട്ട് പോകാൻ ഇപ്പൊ അയ്യപ്പനെ കാണാൻ പറ്റില്ല. രാവിലെ കാലത്ത് കാണാൻ വേണ്ടി. ഹാപ്പി ന്യൂ ഇയർ. സ്വാമി ശരണം. സ്വാമി ശരണം. എങ്ങനെയായിരുന്നു? ചെന്നൈ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. സ്വാമി ശരണം. നേരായോ നിൽക്കുന്നേ? 9:30 മാച്ചാ. 1 മണി. വിഷയം തന്നെയാണ്. മണിക്കൂറുകളായി 3 മണിക്കും 1 മണിക്കും ഒക്കെ പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറി വന്ന തീർത്ഥാടകരാണ് അവർ. ഏതായാലും ഈ പുതുവത്സര പുലരിയിലാണ് സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നത്. പക്ഷേ അവർക്ക് അയ്യപ്പനെ തൊഴുവാൻ കഴിയുന്നില്ല, നടയടച്ചതുകൊണ്ട്. അതുകൊണ്ട് രാവിലെ അവർ അയ്യപ്പനെ തൊഴുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് നോക്കുക, സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള മാധ്യമപ്രവർത്തകരാണ്. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ചെറിയൊരു ആഘോഷമാണ്. ഞാനും അതിന് നടുവിലേക്ക് പോയി നിൽക്കാം. ശരി, അവിടെ എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. രാഹുൽ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും എല്ലാവരുടെ ഹാപ്പി ന്യൂ ഇയർ പറ. രാവിലെ അവരുടെ ഒപ്പം നിന്നൊരു ഹാപ്പി ന്യൂ ഇയർ പറ. എല്ലാവരും കൂടെ വരട്ടെ. നമ്മുടെ ക്യാമറ ടീംസും റിപ്പോർട്ടർമാരും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്. എല്ലാ മാധ്യമപ്രവർത്തകരും. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഒന്ന് ക്യാമറയിലേക്ക്. റെഡി 1 2 3 സ്റ്റാർട്ട്. അതായത് കുറച്ചു പേരൊക്കെ പിരിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് വരേണ്ടവരൊക്കെയാണ്. എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, അതായത് അയ്യന്റെ സന്നിധിയിൽ നിന്ന് ഈ വർഷം തുടങ്ങാൻ കഴിയുന്നു എന്നതിലുള്ള അതിയായ സന്തോഷം ഒരിക്കൽ കൂടി ഞാനും ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയും ഒരിക്കൽ കൂടി ജയചന്ദ്രൻ ചേട്ടനോടും നമ്മുടെ ന്യൂ ഇയർ വിഷസ് പറയുക. അദ്ദേഹം